അവൻ കാണാനില്ലല്ലോ. ഇവിടെ അത്രയും പായൽ ചൊറിയുന്നു. രണ്ട് തൊണ്ടും കൊണ്ട് കയറി നീ പായലും കൊണ്ട് വരച്ച് കളയായിരുന്നു. ഇല്ലട ഇല്ല. ഓ ഞാൻ അത് ചെയ്യുന്നില്ല. ഓ എനിക്ക് വയ്യ അവരെ ക്ലാസ് ഇരിക്കാൻ, സത്യം പറയാല. ഉണ്ടപ്പക്കറ് മാത്രം തന്നെ അല്ലേ എനിക്കറിയായിരുന്നു. ഉറങ്ങാൻ പറ്റൂല. ഇങ്ങനെ ഉറങ്ങി തൂങ്ങി വീഴുമ്പോഴേക്കും താലക്കിട്ടൊരു കൊട്ടോ. എനിക്ക് എങ്ങനെ വേനിച്ചെന്ന് പറയും. അടിച്ചോണ്ട് നിക്കാണ് കള്ളി. എടി ഒരു 5 മിനിറ്റ് ഞാൻ വിളിക്കാം. ഓഹോ ഇവളും ഉണ്ടോ? കാണിച്ച ഏതാ കത്രിക? ഇവിടെ തന്തക്കളവ താനും ഉണ്ടല്ലേ. ഓ താ ആയുധമായിട്ട് വന്നിരിക്കുകയാണല്ലേ. ആരുമില്ല. നോക്കിക്കോണ ആരെയും പറഞ്ഞ നോക്കിയാണ്. മോന്റെ നിക്കറവിട്ട തന്ത കൂട്ടും ഭാര്യയുടെ കാവലും കൊള്ളാം. നല്ല ഫാമിലി. കുറച്ചും കൂടെ ചെറുതെടുത്തു. പറ്റണല്ല, മൂർച്ചയല്ല കേട്ടോ. ചെറു പറയാൻ അങ്ങോട്ട് വെട്ടി ഇങ്ങനെ എന്നെ വെട്ടണ. ചേട്ടത്തി എന്താടാ? ഇവിടുത്തെ നിക്കറ് വെട്ടി സംഘത്തിനെ ഞാൻ പിടിച്ചു. ഞാൻ കാണിച്ചു തരാല്ലേ തെളിവ് സഹിത. ഇതാ കണ്ടോ, നോക്കോ. ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. കഴിഞ്ഞില്ല, നോക്കോ. അടുത്തതുണ്ട്. സംഘം ചേരുന്നു. എല്ലാം ഉണ്ടല്ലോ. ആയുധം കൈമാറി കണ്ട. എന്തോന്നില്ല ഇതൊക്കെ? ഞാൻ എന്തോന്ന് പറഞ്ഞു ചേട്ടത്തി? മനഃപൂർവ്വം ദ്രോഹിക്ക് ഇറങ്ങിക്കില്ലേ? മാമാ ചിന്നു പിങ്കി എവിടെയല്ലാണോ? പിങ്കി എന്ത് പിങ്കി വാ. എന്തമ്മ കടന്ന് കീർണേ? നീ വാ ഇങ്ങ്. എന്റെ അമ്മേ കാല്. ആര് നിക്കറ് വെട്ടിയത്? ആര് നിക്കറ് വെട്ടിയത്? ആര് വെട്ടിയത്? എന്തോന്ന് വെട്ടി? അയ്യോ ഒന്നും അറിഞ്ഞില്ല. രണ്ട് മരം വെട്ടി. അയ്യോ എന്തൊരു നിഷ്കളങ്ക ഭാവമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒട്ടും അറിയാത്ത ആള്. കുലപതി. കാര്യം പറ മണി. ഇനി മണി പറഞ്ഞാലേ അറിയുള്ളായിരിക്കും. എല്ലാം തെളിവ് സഹിതം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തോന്ന്? നിക്കറ് വെട്ടല് കൂട്ടത്തോടെ ചെയ്തത്. വീഡിയോ ഉണ്ടടി എന്റെ കയ്യില്. ആരൊക്കെ എന്തൊക്കെ ചെയ്തത് എല്ലാം അവിടെ ഞാൻ അഴി എണ്ണി. പിന്നെ ഒരു നിക്കർ കിട്ടിയത് അതെ അങ്ങനെ പോയി കിടന്നോളാം. അഹങ്കാരത്തിന് ഒരു കുറവില്ല. കാണിച്ചു തരാടി. നീ തച്ച് വെച്ചോ കേട്ടാ. അച്ഛനെ നീന്ന് വിളിക്കണ. അച്ഛൻ ആരടി നീന്ന് വിളിച്ചത്? നിന്നെ തള്ളി ഞാൻ നീന്ന് വിളിച്ചത്. എടി നീ തച്ച് വെച്ചോടി. എനിക്ക് എന്തെങ്കിലും പറയുമ്പോ അടിക്കാൻ കൈ വാങ്ങില്ലേ, അതിനുള്ളതാണ് ഞങ്ങൾ ചെയ്തത്. അടി ഇങ്ങോട്ട്. ഇപ്പൊ അവള് നിക്കറിലാണ് വെട്ടിയത്. ഇനി എനിക്ക് അറിഞ്ഞൂടാ എന്താവും എന്നുള്ളത് കേട്ടാ. ആ ഒരു പേടി വേണം, അതിനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അത് തന്നെ. പല്ലടിക്കണ നോക്ക്. ഇപ്പൊ പൊടിഞ്ഞ വീടും എല്ലാം കൂടെ. കുടുംബത്തിലെ പെണ്ണുങ്ങളെ നിക്കറ് പകരം ഞാൻ വെട്ടൂല. എനിക്ക് തന്നെയല്ലേ നാണക്കേട്. പക്ഷെ ഞാൻ കാണിച്ചു തരാം. എന്താടാ നോക്കണം? കേറി പോണില്ലേ? വീഡിയോ എടുക്കാൻ പോവേരി. ഒളിഞ്ഞിരുന്ന വീഡിയോ എടുക്കലാണ് പണി. ഇതൊക്കെ എന്തോന്ന് സ്കൂളിലെ നാടകോ പിള്ളേർ തമ്മിലുള്ള? നാണം ഇല്ലല്ലോ നിങ്ങക്ക്? ഇതൊരു തമാശയല്ലേ മണി? ഇതാണ് വലിയ തമാശ. വീട്ടിലുള്ളവരുടെ കുടുംബത്തുള്ളവരെ തുണി കെട്ടണത് നല്ല തമാശ തന്നെ. സത്യം. എന്നൊക്കെ ഞാൻ ചൂട്ട് പിടിച്ച് കൂടെ നടക്കാം.
അങ്കിൾ ചുമ്മാടി. സോറി. ഓ പിന്നെ സോറി. നീയൊക്കെ ടീമാണ്, നീയൊക്കെ പിന്നെ നമ്മളെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഞങ്ങൾ ചെയ്ത് അടുത്ത് പോയി ആ, പിന്നെ. ക്ഷമിക്കേ. ഓ, ഞാൻ നിന്നെ എന്ത് ചെയ്ത് നീ എല്ലാം ഇങ്ങനെ ചെയ്യാനായിട്ട് എനിക്കൊന്നും വേണം. എന്തൊരു വാങ്ങിടാ വാങ്ങിക്കേ. നോക്കടാ പിടി. വാങ്ങിക്കേ കൈ നോക്കുന്നൊന്ന് എനിക്കൊന്നും കാണണ്ട. ഡാ നിന്റെ നിക്കറൊക്കെ അതല്ലേ ഏട്ടത്തി, പിന്നെ ആർക്കാണെങ്കിൽ ഒരുമാതിരി വരും. നോക്കടാ അച്ഛൻ തമാശന് വേണ്ടി അവരെ കൂടെ ചേർന്നതല്ലേ ഒരു കളിക്ക്. നോക്കടാ നിക്കറ് നിക്കറ് മാമ വാങ്ങിച്ചോണ്ടോ നിനക്ക് വേണ്ടിട്ട്. എത്ര എണ്ണം ഉണ്ട്? 3 മക്കളാ. 3 ഉള്ളൂ? അല്ലേ. ഞാൻ ഒരെണ്ണം മേടിക്കാൻ പറഞ്ഞു. 3 ഇരിക്കട്ടെ. അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ല, നിങ്ങൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഞാൻ വെറുതെ ഇരിക്കുവോ? എനിക്ക് വന്ന ദേഷ്യത്തിനാ. ഞാൻ അച്ഛന്റെ 2 ജുബയും ഇവളുടെ 2 ഷർട്ടും ചിന്നുവിന്റെ ഒരു തുണിയും ചെറുതായിട്ടതോ അവിടെ കത്തിച്ചു. കത്തിച്ചു എന്റെ ഡ്രസ് ചേട്ടാ കത്തിച്ചു ചേട്ടാ. എന്റെ ജുബേർന്ന് കത്തിച്ചാടാ. എന്റെ വല്ല എടുത്തു വെച്ച് കത്തിച്ചാ ചേട്ടത്തിനൊന്നും കത്തിച്ചില്ല. ഓഹോ. പക്ഷെ അണ്ണന്റെ 2 പാന്റും ഒരു ഷർട്ടും ഞാൻ കത്തിച്ചു. ഇവിടെ മഹാഭൂമി